أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം അവൻ്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഖുതുബയിൽ മുഅ്മിനീങ്ങളെ ഉണർത്താനുള്ളത് ദുആഇനെ സംബന്ധിച്ചാണ്. നമ്മുടെ ദുആ മുഅ്മിനീങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളൊരു ആശ്വാസം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ജീവിതത്തിന്റെ മുമ്പിലേക്ക് എന്ത് കടന്നു വന്നാലും നമുക്കൊരു ആശയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. എൻ്റെ റബ്ബിനോടൊന്ന് ചോദിക്കാം. അത് വലിയൊരു ആശ്വാസമാണ് മുഅ്മിനീങ്ങൾക്ക്, വലിയ സമാധാനമാണ്. ആ ദുആഇനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, നാം അറിയേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇനെ സംബന്ധിച്ച് ഖുർആനിൽ പ്രതിപാദിച്ച ആയത്ത് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. പ്രവാചകരെ, അങ്ങയോട് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ ചോദിച്ചാൽ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്നെ സംബന്ധിച്ച് ഫഇന്നി ഖരീബ്. അള്ളാഹു ഓരോരുത്തരെയും അടുക്കൽ തന്നെയുണ്ട്. ഹൃദയത്തിൻ്റെ വിളി അവൻ കേൾക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിളി അള്ളാഹു കേൾക്കും. ഉജീബു ദഅവത ദാഇ, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. ഇദാ ദഅാൻ, അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ. അപ്പോൾ ദുആ അള്ളാഹുവിനോട് മാത്രമാണ്, വേറെ ആരോടും അതിൻ്റെ ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും, ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും ദുആ അള്ളാഹുവിനോട് മാത്രം. അതിൻ്റെ ഇടയിൽ മറ്റൊരാളെ കിടത്തേണ്ട ആവശ്യമില്ല. നേരിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, എന്തും അള്ളാഹുവിനോട് ചോദിക്കാം. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിലേക്ക് എത്താൻ ഒരാളെ സമീപിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ വേറൊരാളിലേക്ക് തേടേണ്ട ആവശ്യം അടിമകൾക്കില്ല.
അടിമക്ക് അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നമ്മുടെ ഹൃദയത്തിന്റെ വിളി അള്ളാഹു കേൾക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഹു ഹുവൽ ഇബാദ. ദുആ അത് തന്നെയാണ് ഇബാദത്ത്. അതാണ് ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ കാര്യം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നുള്ളത്, ദുആ അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ദുആ അള്ളാഹുവിനോട് മാത്രം. വേറൊരാളെ സമീപിക്കേണ്ട ആവശ്യം അള്ളാഹുവിൻ്റെ അടിമകൾക്കില്ല. ആ ഒരു ബോധം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. വേറൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകരെ നിങ്ങളെ അള്ളാഹു പരിഗണിക്കുമായിരുന്നില്ല. ദുആ ഉണ്ടെങ്കിലേ അടിമകൾ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ആവശ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം, എന്നാലേ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടണമെങ്കിൽ നാം ദുആ ചെയ്യണം, തേടണം. അള്ളാഹുവിനോട് എന്താവശ്യം ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കണം. ഒരിക്കലും ദുആന്റെ വിഷയത്തിൽ നിരാശരാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമിൻ മാ ലം യസ്തഅജിൽ. ഒരടിമയുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും, അവൻ എന്തെങ്കിലും ഹറാമായ കാര്യം ചോദിക്കാത്ത കാലത്തോളം. ദുആയിൽ എന്തെങ്കിലും ഹറാമായ കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടൂല. ഖൈറിന് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ അതിന് അല്ലാഹു ഉത്തരം നൽകും. അതുപോലെ തന്നെ ബിഖതിഅതി റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്ന രീതിയിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. ഈ രണ്ട് തെറ്റുകളില്ലാത്ത രീതിയിലുള്ള ദുആ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം നൽകപ്പെടുന്ന ദുആൻ. മാലം തസ്തഅജിൽ, നിങ്ങൾ ധൃതി കാണിക്കാത്ത സമയം. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ അമൽ ഇസ്തിഅജാൽ, എന്താണ് ഈ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പറയാണ്, ദഅഉതു ഫലം അറ യുസ്തജാബു ലി, ഞാൻ അള്ളാഹുവിനോട് കുറേ നാളായി ദുആ ചെയ്യുന്നു, എനിക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല, എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല എന്നൊരാൾ പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയദഉ ദുആ, അങ്ങനെ അവൻ ദുആ ഉപേക്ഷിക്കുന്നു. കുറേ നാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ആ ദുആക്ക് ഉത്തരം കാണുന്നില്ല, ഉത്തരം കിട്ടിയതായിട്ട് കാണുന്നില്ല, അവൻ്റെ ജീവിത അനുഭവത്തിൽ അത് കാണുന്നില്ല. അങ്ങനെ ഫയദഉ ദുആ, അവൻ ദുആ ഉപേക്ഷിക്കുന്നു. അത് ചെയ്യരുത്. അങ്ങനെ ആക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ദുആ കേൾക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിമായ ഒരു അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്ത് ഖൈറും ജീവിതത്തിലെ ഏത് കാര്യം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവിനോട് തേടുന്നു. ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ, അവന്റെ ദുആയിൽ ഒരു ഹറാമിനെ തേടിയുള്ള ദുആ ഇല്ല, ഒരു തെറ്റായ കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അതേപോലെ തന്നെ കുടുംബബന്ധത്തെ ഇല്ലാതാക്കുന്ന കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. ഇല്ലാ ബി ഇഹ്ദാ സലാസ്, മൂന്നാലൊരു കാര്യം കൊണ്ട് അള്ളാഹു ഉത്തരം നൽകും. എന്തായാലും ഈ മൂന്നാലൊരു കാര്യം അവന്റെ ദുആക്ക് അള്ളാഹു മറുപടി നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, അവന്റെ ദുആക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും. നമ്മൾ ദുആ ചെയ്തു, അള്ളാഹു ദുആക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ അത് പെട്ടെന്ന് കിട്ടും. അതൊരു രീതിയാണ്. രണ്ടാമത്തേത്, വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ആ ദുആയ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് എടുത്തു വെക്കും. അവർ ഉത്തരം ദുനിയാവിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, മറിച്ച് അത് ആഖിറത്തിലേക്ക് അള്ളാഹു മാറ്റി വെക്കും. വഇമ്മാ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, മൂന്നാമത്തേത്, ആ ദുആന്റെ ഖദർ അനുസരിച്ച്, തോതനുസരിച്ച് അവനുണ്ടാകുന്ന മുസീബത്തുകൾ, ബലാഹുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും. ഈ മൂന്നാലൊരു രീതിയിൽ നമ്മുടെ ദുആക്ക് നമുക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിനറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖൈർ, എന്താണ് ഷർറ്. നമ്മൾ ഖൈറാണെന്ന് വിചാരിക്കുന്നു, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അള്ളാഹുവിനറിയാം നമ്മുടെ ജീവിതത്തിൽ ഷർറാണെന്ന്. അള്ളാഹു നൽകൂല ഉത്തരം. അള്ളാഹു അതിനെ ആഖിറത്തിലേക്ക് മാറ്റി വെക്കും. അല്ലെങ്കിൽ നമ്മുടെ ദുആന്റെ ചോദ്യത്തിന്റെ ആധിക്യം അനുസരിച്ച് ആഖിറത്തിൽ അള്ളാഹു ദറജകൾ ഉയർത്തിത്തരും. അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന മുസീബത്തുകൾ അള്ളാഹു തട്ടിക്കളയും. ഈ മൂന്നാലൊരു രീതിയിൽ ഒരടിമയുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ സഹാബകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഇദൻ നുക്സിർ,
അള്ളാഹിന്റെ റസൂലെ, എങ്കിൽ ഞങ്ങൾ ദുആ അധികരിപ്പിക്കട്ടെ, നല്ലോണം ദുആ ചെയ്യാം. ഒരിക്കലും ദുആ പാഴാവുകയില്ല, ഒരിക്കലും പാഴാവൂല. ഒന്നെങ്കിൽ അത് ഖൈർ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ മുസീബത്ത് ഇല്ലാതാകും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹിന്റെ റസൂൽ, നമ്മൾ ദുആ അധികരിക്കട്ടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ അല്ലാഹു അക്സർ, അള്ളാഹും അധികരിപ്പിച്ചു തരും. അതുകൊണ്ട് ഒരിക്കലും ദുആന്റെ വിഷയത്തിൽ നിരാശരാകരുത്. കുറേ ചോദിച്ചു, കിട്ടുന്നില്ല. ജീവിതത്തിൽ കുറേ വർഷങ്ങളായി ചോദിക്കുന്നു, പക്ഷെ അള്ളാഹു ഉത്തരം നൽകുന്നത് കാണുന്നില്ല എന്നുള്ള നിരാശ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഈ മൂന്നാലൊരു രീതിയിൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഇനി ദുആ ചെയ്യുന്ന സമയം നല്ല ഉറപ്പോടുകൂടി ദുആ ചെയ്യണം, നല്ല യഖീൻ വേണം. അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു ഇനി ഇത് ഉത്തരം നൽകുമെന്നുള്ളൊരു ബോധത്തോടുകൂടി ഉറപ്പോടുകൂടി ദുആ ചെയ്യണം. വെറുതെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് എന്തൊക്കെയോ പറയാൻ പാടില്ല. അറിയുന്ന ഭാഷയിൽ മനസ്സ് തട്ടി ദുആ ചെയ്യണം, മനസ്സ് തട്ടി അള്ളാഹുവിനോട് ചോദിക്കണം ആവശ്യങ്ങൾ. ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ. അശ്രദ്ധയോടുകൂടിയുള്ള ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയില്ല. നമ്മൾ ദുആ ചെയ്യുന്ന സമയം മനസ്സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹു കേൾക്കുന്നുണ്ട്, എൻ്റെ ഈ തേട്ടം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തോടുകൂടി ദുആ ചെയ്യുക. എൻ്റെ അവസ്ഥകൾ അള്ളാഹു അറിയുന്നുണ്ട്, എൻ്റെ ഈ തേട്ടം അള്ളാഹു കേൾക്കുന്നുണ്ട്. അള്ളാഹു എന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മൂന്നാലൊരു രീതിയിൽ അള്ളാഹു എൻ്റെ ഈ ദുആയെ പരിഗണിക്കുന്നുണ്ട് എന്ന രീതിയിൽ ദുആ ചെയ്യുക. ആ ദുആ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് ആ ഒരു ഉറപ്പിലും ആ ഒരു വിശ്വാസത്തിലും ദുആ ചെയ്യുക. അടുത്തൊരു കാര്യം, ചില സ്ഥലങ്ങൾ, ചില സന്ദർഭങ്ങൾ ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടാവുന്ന സന്ദർഭമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് സുജൂദാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ സുജൂദിലായിരിക്കുന്ന സമയത്താണ് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഒരടിമക്ക് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത്, ബന്ധം ഉണ്ടാകുന്നത് സുജൂദിലാണ്. ഫഅക്സിറു ഫീഹി അദ്ദുആ. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആയെ അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. ഫർദിസ്കാരത്തിലാണെങ്കിലും സുന്നത്തിസ്കാരത്തിലാണെങ്കിലും സുജൂദിൽ ദുആ അധികരിപ്പിക്കുക. ഒരടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കുന്ന സമയം സുജൂദിന്റെ സമയമാണ്. അതൊരിക്കലും ആ അവസരം നഷ്ടപ്പെടുത്തരുത്. അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഒരിക്കലും നമ്മളെപ്പോലെ ബലഹീനരായ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ നമ്മുടെ പരാതികൾ നാം വെക്കരുത്, നമ്മുടെ ബലഹീനത നാം വെക്കരുത്. ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തുറന്നു വെക്കുക ഹൃദയം. നമ്മുടെ മനസ്സ് അള്ളാഹിന്റെ മുമ്പിൽ മാത്രം നാം തുറക്കുക. അള്ളാഹു അതിന് പ്രതിവിധി നൽകും, അള്ളാഹു അതിന് പരിഹാരം കാണും. സുജൂദിൽ ഏറ്റവും അടുത്ത സമയം അള്ളാഹുവിനോട് ചോദിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആ സമയത്ത് നമ്മുടെ ഹിദായത്തിനെ ചോദിക്കണം, ആഫിയത്തിനെ ചോദിക്കണം. ഖുർആനിലും ഹദീസിലും അള്ളാഹും അള്ളാഹിന്റെ റസൂലും പഠിപ്പിച്ച ദുആകൾ അവിടെ നാം പറയണം. കാരണം അതാണ് അള്ളാഹുവിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കുകൾ. ഖുർആനിൽ അള്ളാഹു പ്രവാചകന്മാരുടെ കുറേ ദുആ പറയുന്നുണ്ട്. പ്രവാചകന്മാർ നടത്തിയ ദുആ, അള്ളാഹു അതിന് കൊടുത്ത ഉത്തരം, അതിന്റെ സന്ദർഭങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ ദുആക്കെയാണ് സുജൂദിൽ പറയേണ്ടത്. അതാണ് ഏറ്റവും യോജിച്ച ദുആ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ദുആ. അതുകൊണ്ട് അങ്ങനെയുള്ള ദുആകൾ പഠിക്കുക. സുജൂദിൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി അറബിയിൽ ദുആ ചെയ്യാൻ കഴിയാത്തവർ, അങ്ങനെ മനസ്സിലാകാത്തവർ, അവരവരുടെ മനസ്സിലാകുന്ന ഭാഷയിലും അള്ളാഹുവിനോട് തേടാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുജൂദിലായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയും, രാത്രിയുടെ 1/3 അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു. ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്? ഫഅസ്തജീബ ലഹു, ഞാൻ അവന് ഉത്തരം നൽകും. ഒന്ന് ആലോചിച്ചൊക്കെ ആ സന്ദർഭം. അള്ളാഹു പറയാണ്, എന്നോട് ആരാണ് ദുആ ചെയ്യാനുള്ളത്?
അവന്റെ ആവശ്യങ്ങൾ എന്നോട് തേടാൻ ആരുണ്ട്, ഫഅസ്തജീബ ലഹു, ഞാൻ അവന് ഉത്തരം നൽകും. നമ്മൾ ആ സമയം പാഴാക്കണം. നമ്മൾ ആ സമയം പാഴാക്കിയിട്ടും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളെപ്പോലെ ബലഹീനരായ അടിമകൾക്ക് മുമ്പിൽ നാം പ്രശ്നം പറയാണ്, അവരിൽ നിന്നും പരിഹാരം തേടാണ്. എത്രയോ ബലഹീനരാണ് നാം, എത്രയോ വിഡ്ഢികളാണ് നാം. അല്ലാഹു പറയുന്നത്, എന്നോട് ചോദിക്ക്, നാം നിങ്ങൾക്ക് നൽകാം. വമൻ യസ്അലുനി ഫഉഅതിയ, ആരാണ് അവന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്, ഫഉഅതിയ ലഹു, അവന് ഞാൻ നൽകും. അല്ലാഹു പറയുന്ന വാക്കാണ്. അതുകൊണ്ട് ആ സമയം, ആ രാത്രിയുടെ ആ ഭാഗം, തഹജ്ജുദിന്റെ ആ സമയം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നാം സമയം കണ്ടെത്തുക. നമ്മുടെ ആവശ്യങ്ങൾ അവിടെ അള്ളാഹുവിനോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. ആ ദുആന്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റൊരാളുടെ മുമ്പിലും പ്രശ്നപരിഹാരത്തിന് നാം പോകരുത്. നമുക്ക് അള്ളാഹു ഉണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അള്ളാഹു ഏറെ മതിയായവനാണ്. വേറെ ആർത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഇതെല്ലാ ദിവസവും രാത്രിയുടെ അവസാന ഭാഗം അള്ളാഹു അടിമകളോട് ആവശ്യപ്പെടുന്ന സമയമാണ്. ആ സമയം നാം ഉപയോഗപ്പെടുത്തുക ജീവിതത്തിൽ. നമുക്ക് ആവശ്യമുള്ള കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. ഈ മൂന്നാലൊരു രീതിയിൽ അള്ളാഹു നമ്മുടെ ദുആ അവിടെ പരിഗണിക്കും. എന്നാൽ ഉറച്ച ബോധത്തോടുകൂടി നാം ചോദിക്കുക. മറ്റൊരു സന്ദർഭം, അനസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനസ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ കടന്നു വന്നു. അദ്ദേഹം നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് ആ അടിമ ദുആ ചെയ്തു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് ദഅല്ലാഹ ബിസ്മിഹി അൽ അദീം, അല്ലാഹുവിന്റെ മഹത്തായ ഒരു വലിയ ഇസ്മ വെച്ചിട്ടാണ് അവൻ ദുആ ചെയ്തത്. ആ ദുആയുടെ പ്രത്യേകത, ആരെങ്കിലും ആ ദുആ വെച്ച് അല്ലാഹുവിനോട് ചോദിച്ചാൽ, ഇദാ ദുഇയ ബിഹി അജാബ, ആ ദുആ വെച്ചിട്ട് അല്ലാഹുവിനോട് ഒരാൾ ദുആ ചെയ്താൽ അജാബ, അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅത, ആ ഇസ്മ വെച്ചിട്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അഅത, അള്ളാഹു അവന് നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു ദുആ പഠിക്കുക, മനപ്പാഠമാക്കിയിട്ട് നമ്മുടെ ദുആക്ക് മുമ്പ് ആ ദുആ പറയുക. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നാം തേടുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്ന ലകൽ ഹംദ്, എല്ലാ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ ഇലാഹില്ല, നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് വേറൊരാളില്ല. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അൽ മന്നാൻ, അടിമകൾക്ക് നന്മകൾ ചെയ്യുന്നവൻ. യാ ദൽ ജലാലി വൽ ഇക്റാം, എത്രയോ ഉയർന്ന സ്ഥാനത്തുള്ളവൻ. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവരും എല്ലാ അധികാരമുള്ളവനുമായ റബ്ബെ. ഈ ദുആ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ തേടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വെച്ച് ആരെങ്കിലും ദുആ ചെയ്താൽ ഫഅജാബ, ആ ദുആക്ക് ഉത്തരം കിട്ടും. ആ ദുആ വെച്ച് ആരെങ്കിലും അവന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് തേടിയാൽ അഅത, അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ ഒരു ദുആ പഠിക്കുക. നമ്മുടെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്തൊക്കെ അള്ളാഹുവിനോട് ഈ ദുആ വെച്ച് നാം ദുആ ചെയ്യുക. നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനായ സഹോദരന് വേണ്ടിയിട്ട് അവന്റെ അഭാവത്തിൽ ദുആ ചെയ്യുക. മൻ ദഅ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ്, നമ്മുടെ മുഅ്മിനായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അറിയാതെ അവന്റെ അഭാവത്തിൽ, അവനില്ലാത്ത സമയത്ത് അവന് ഖൈറിന് വേണ്ടി ദുആ ചെയ്താൽ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിത്ൽ, നാം എന്ത് ഖൈറിന് വേണ്ടിയിട്ടാണോ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് തിരിച്ചു ദുആ ചെയ്യും, ആമീൻ പറയുകയും, നമ്മുടെ ദുആക്ക് മലക്ക് ആമീൻ പറയുകയും വലക ബിമിത്ൽ, അതേപോലെ ഖൈർ നിനക്കും ഉണ്ടാകട്ടെ എന്ന് ആ മലക്ക് ദുആ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ദുആ ചെയ്യുക.
മറ്റൊരാളുടെ ഖൈറിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, മറ്റൊരാളുടെ നന്മകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. മലക്കുകൾ ആ ദുആ ആമീൻ പറയുകയും നമുക്ക് അതേപോലത്തെ ഖൈർ കിട്ടാൻ വേണ്ടിയിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ദുആയിൽ നാം ശ്രദ്ധിക്കുക. ഒന്ന്, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ദുആ ചെയ്യുക. ഒരിക്കലും ദുആയുടെ വിഷയത്തിൽ മടുപ്പ് കാണിക്കാൻ പാടില്ല. കുറേ ദുആ ചെയ്തു, ഉത്തരം കിട്ടുന്നില്ല, കാണുന്നില്ല, എൻ്റെ ദുആ അല്ലാഹു കേൾക്കുന്നില്ല എന്നൊരു വിചാരം അത് മനസ്സിലുണ്ടാകാൻ പാടില്ല. മൂന്നാലൊരു രീതിയിൽ അല്ലാഹു നമ്മുടെ ദുആ പരിഗണിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ദുആ ചെയ്യുക. 2, സുജൂദിന്റെ സമയത്ത് ദുആ അധികരിപ്പിക്കുക. 3, ആ പറയപ്പെട്ട ദുആ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. 4, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, ഖൈറുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ 4 സന്ദർഭം നമ്മുടെ ദുആയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആവശ്യങ്ങളും, ചെറുതും വലുതുമായ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം പറഞ്ഞ് നേടിയെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ സൂചിപ്പിച്ചു ശിർക്കിനെ സംബന്ധിച്ച്. ഇസ്ലാമിക ചരിത്രത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ അൽ ഹുനഫാഉ എന്നൊരു വിഭാഗം ആൾക്കാരെ കാണാൻ കഴിയും. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബിഅസത്ത്, നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് മുവഹിദായി ജീവിച്ച ഒരു വിഭാഗം ആൾക്കാർ. നമുക്കറിയാം, മക്കത്തെ ഖുറൈശികൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യമുള്ളവരാണ്. ആ തൗഹീദിലും ആ അടിയുറച്ച ദീനിലും യഥാർത്ഥ ദീനിൽ നിലയുറപ്പിച്ച ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ശിർക്ക് കടന്നുകൂടാത്ത ഒരു വിഭാഗം ആൾക്കാർ, അവർക്കാണ് അൽ ഹുനഫ എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് നാം കേട്ടിട്ടുണ്ടാവും, വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം മുവഹിദായിരുന്നു. അതുപോലെ തന്നെ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, അതുപോലെ തന്നെ സയ്യിദ് ബിൻ അബസ അസ്സുലമി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഹുനഫാക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിൽ ഒരു തെറ്റും കൂടാതെ തുടർന്നു വന്നവരാണ്. മറ്റുള്ള ആൾക്കാർ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിൽ വന്നു. ഏകദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന 500-300 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ശിർക്ക് സംഭവിച്ച് അവർ പോയി. അവർക്ക് ശിർക്ക് സംഭവിച്ചവർ വേറെ രീതിയിലേക്ക് പോയി. പിന്നെ അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് ലിയുജദ്ദിദ ദീന അബീഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ദീനിനെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പൊ ആ ഒരു ദീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ ബാക്കിയായവർക്കാണ് അൽ ഹുനഫ എന്ന് പറയുക. അപ്പൊ ആ കാലഘട്ടം വരെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ മക്കത്ത് തൗഹീദിലായിരുന്നു. പിന്നീടാണ് അവർക്ക് അംർ ഇബ്നു ലുഹൈ അൽ ഖുസായിലൂടെ അവർ വിഗ്രഹാരാധനയിലേക്ക് പോയത്, ഷിർക്കിലേക്ക് പോയത്. അവർക്ക് ഷിർക്ക് സംഭവിച്ചതും മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ടാണ്, മഹത്തുക്കളുടെ രൂപങ്ങൾ വെച്ചിട്ടാണ്. അവർ അള്ളാഹുവിനോടുള്ള സഹായതേട്ടം, അള്ളാഹുവിനോട് ചെയ്യേണ്ട ഇബാദത്തുകൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നടത്തി. എന്നിട്ട് അവർ അതിന് പറഞ്ഞ 2 ന്യായങ്ങളുണ്ട്. മക്കത്തെ മുസ്ലിഖീങ്ങൾ അള്ളാഹുവിന് പുറമെ അവർ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, കാബയ്ക്ക് ചുറ്റുണ്ടായിരുന്ന ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അവരുടെയൊക്കെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ നേർച്ച വഴിപാടുകൾ നടത്തി, ഇസ്തിഗാസ നടത്തി. അതൊക്കെ നടത്താൻ അവർ പറഞ്ഞ 2 ന്യായങ്ങളുണ്ട്. ഒന്ന്, ഖുർആൻ അല്ലാഹു പറയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അല്ലാഹുവിന് പുറമെ വലികളെ സ്വീകരിച്ചവർ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്വീകരിച്ചവർ, അവർ പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. നാം ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, ഈ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, രൂപങ്ങൾക്ക് മുമ്പിൽ നാം ഇബാദത്തുകൾ ചെയ്യുന്നത് ആ മഹത്തുക്കൾ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു ന്യായം. രണ്ടാമത്തേത്, അള്ളാഹു പറയാണ് ഖുർആനിൽ,
വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത വെറും ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ചെന്നിട്ട് അവർ ഇബാദത്ത് ചെയ്യുന്നത്. വയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഈ മഹത്തുക്കള് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാകുന്നു. ഇതാണ് രണ്ട് ന്യായങ്ങൾ. മക്കത്തെ മുശ്രിക്കുകള് അള്ളാഹുവിന് പുറമെ മറ്റു വിഗ്രഹങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ രണ്ട് ന്യായങ്ങളാണിത്. സഹോദരന്മാരൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ രണ്ട് ന്യായങ്ങളാണ് നമ്മുടെ നാട്ടിലും ഇന്ന് പല ആൾക്കാരും പറയുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആശ്രയ കേന്ദ്രത്തിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഷർറ് തടയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രണ്ട് ന്യായങ്ങൾ ഇതേ ന്യായങ്ങളാണ്. നാം മനസ്സിലാക്കുക, എവിടെയാണ് അപകടം സംഭവിച്ചത്, എവിടെയാണ് ഈ ഉമ്മത്തിന് വ്യതിയാനം സംഭവിച്ചത്, എവിടെയാണ് ഈ ഉമ്മത്തിന് തെറ്റുപറ്റിയതെന്ന് നാം ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ തൗഹീദിൽ അടിയുറച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.